ഹേയ്, അസ്സലാമു അലൈക്കും. മനുഷ്യൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈമാൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരുപോലെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. അത് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ജീവിതത്തിൻ്റെ തിരക്കുകളിലും പരീക്ഷണങ്ങളിലും പെട്ടിട്ട് മനസ്സ് മടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തിക്ക് മങ്ങലേൽക്കും. വിശ്വാസം ദുർബലമാകുന്ന ഈ ഘട്ടം വളരെയധികം നിർണായകമാണ്. കാരണം ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിലുള്ള നമ്മളുടെ ബന്ധം ശക്തമായിട്ട് നിലനിർത്തേണ്ടതുണ്ട്. ഈമാൻ കുറയുമ്പോൾ നിരാശപ്പെടാണ്ട് മറിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുകയാണ് വേണ്ടത്. നമ്മളുടെ സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിനോട് നമ്മെ അടുപ്പിക്കുന്നതിനുള്ള പ്രായോഗികമായ മാർഗങ്ങൾ തേടുകയും അത് ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുക. ഈമാൻ ലോ ആവുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ചെയ്യണം. പാപമോചനം നേടണം. നന്നായിട്ട് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുക. പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ള മറ്റേതെങ്കിലും ദിക്ർ ദുആകൾ നന്നായിട്ട് ചൊല്ലുക. ഒരുപാട് ദുആകളുണ്ട്. അത് നമ്മൾക്ക് അറിയുന്ന നമുക്ക് ലഘുവായിട്ട് ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് കണ്ടിന്യൂ ആയിട്ട് എന്നും ചൊല്ലുക. നമ്മുടെ നാവിന് ഏറ്റവും എളുപ്പമുള്ള ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളത്. അത് ധാരാളം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നമുക്ക് ഈമാൻ കുറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പടച്ചോന് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഈമാൻ കുറയാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗമാണ്. അതായത് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുന്നതിന് പകരം ഈ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഫീഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈമാന് കുറഞ്ഞു പോകുന്നതിനുള്ള കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ വിശക്കുമ്പോൾ എപ്പോഴും ഭക്ഷണം കഴിക്കാറില്ലേ? ജങ്ക് ഫുഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെങ്കിൽ എന്നേരത്ത് നമ്മൾ ഡെയിലി അത് കഴിക്കൂല. കാരണം അത് നമുക്ക് ശരീരത്തിന് കേടാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ശരീരത്തിന് ആവശ്യമായ പോഷകം അടങ്ങിയതാണ് കൂടുതൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നമ്മളെ ആത്മാവിന് ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നും നല്ലതായിരിക്കണം. എനിക്ക് ഈമാൻ കുറഞ്ഞതായിട്ട് തോന്നുന്ന സമയത്ത് ഞാൻ ആദ്യം എൻ്റെ ഫോണാന്ന് മാറ്റി വെക്കാം. ഈ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് വല്ലാണ്ട് ഏതോ ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഫോൺ മാറ്റി വെക്കും. ഈ ഫോൺ ഇങ്ങനെ നോക്കുന്ന സമയം വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് നമ്മൾ തന്നെ അറിയാണ്ട് നമ്മളതിന് അഡിക്റ്റായിട്ട് മാറും. പിന്നെ നമുക്കതൊന്നും കണ്ടുകൊണ്ടിരിക്കണമെന്ന് തോന്നും. മൊബൈൽ താഴെ വെക്കാനേ തോന്നൂല. അപ്പോൾ പിന്നെ പടച്ചോനിലേക്ക് അടുക്കാനും നമുക്ക് സാധിക്കൂല. നമ്മളിൽ ഓരോരാളെയും പടച്ചോന് ഭൂമിയിലേക്ക് അയച്ചത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് തോന്നിയതുപോലെ ഉല്ലസിച്ച് നടക്കാനല്ല. നമുക്ക് ആവശ്യമുള്ള മോട്ടിവേഷനുകളും അറിവുകളും ദിക്റുകളും ദ്വാകളും ഒക്കെ ഖുർആനിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് പടച്ചോന്. നമ്മളിനി എന്തൊക്കെ തന്നെ ചെയ്തിട്ട് നമ്മളെ തന്നെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ നോക്കിയാലും അള്ളാഹുവിനെ കൊണ്ടുള്ള ഓർമ്മകളല്ലാതെ മറ്റൊന്നും നമ്മളെ മനസ്സിന് നിറക്കൂല. ഇനി എത്രമാത്രം നമ്മൾ മൊബൈൽ നോക്കിയാലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ചാലോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടാലോ ഒന്നും നമ്മളെ മനസ്സിന് നിറക്കൂല. നമ്മുടെ മനസ്സ് ഫില്ലാവണമെങ്കിൽ അത് തീർച്ചയായും നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് മാത്രമേ മനസ്സിന് ഇറക്കാൻ പറ്റൂ. ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മളിപ്പോൾ കൃത്യമായിട്ട് അള്ളാഹുവിനെ ഓർത്തിട്ട് ബാങ്ക് വിളിക്കുന്ന ആദ്യ സമയം തന്നെ വേഗം പോയിട്ട് നിസ്കരിക്കുന്ന ദിവസവും അല്ലാത്ത ദിവസവും കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും നമുക്ക്. നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന സമയം, നമ്മൾ കൃത്യമായിട്ട് ആ ബാങ്കിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കുന്ന സമയം നമുക്ക് വല്ലാത്തൊരു മനസ്സിന് തന്നെ ഒരു സമാധാനമാണ്. എന്തോ വല്ലാത്തൊരു പീസ്ഫുള്ളായിരിക്കും. എന്നാൽ മറ്റുള്ള കാര്യത്തിനാണ് നമ്മൾ മുൻഗണന കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്തോ മനസ്സിനൊരു ഭാരമുള്ള പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക.
അത് അതിനുള്ള കാരണം എന്താണെന്നും കൂടിയിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടാവില്ല. ഇനി എപ്പോൾ ഈമാൻ കുറയുമ്പോഴും ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഫ്രീ ആയിട്ടിരുന്നിട്ട് മനസ്സിനെ ശാന്തമാക്കിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി നോക്കുക. ഇങ്ങനെ ചൊല്ലുമ്പോൾ നല്ല മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമ്മൾ പണ്ട് അറിയാതെ കാണാതെ പഠിച്ച ദിക്റാണ് ചൊല്ലുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും തന്ന ദിക്റാണ് ചൊല്ലുന്നതെങ്കിൽ അതിൽ അക്ഷരം തെറ്റ് കൂടാതെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അക്ഷരത്തെറ്റ് വരുമ്പോൾ അത് അർത്ഥം തന്നെ മാറിപ്പോകും. പിന്നെ ഖുർആനിൽ റബ്ബന തുടങ്ങുന്ന ദുആകൾ ഒരുപാടുണ്ട്. റബ്ബന തുടങ്ങിയ ദുആ ചെയ്താൽ നമ്മളെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയാവും. ഈമാൻ കുറയുന്ന സമയത്ത് നമുക്ക് എളുപ്പമുള്ള ദിക്റുകളും ദുആകളും ചൊല്ലുക. കാരണം പുതുതായിട്ട് നമ്മൾ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ പിന്നെ അതൊരു മടിയായിട്ട് മാറും. അപ്പോൾ നമുക്ക് വീണ്ടും ഈമാൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് അധികം ഈമാൻ കുറഞ്ഞു പോകുന്ന സമയം എന്ന് പറയുന്നത് നമ്മളെ പീരീഡ്സ് ടൈമാണ്. ആ സമയം നിസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ ഒരു പോലെ ആയിരിക്കും മനസ്സിലൊക്കെ. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ദിക്റും ദുആകളും സ്വലാത്തും നന്നായിട്ട് അധികരിപ്പിക്കുക. ഇനി നിസ്കരിക്കാൻ മടിയുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിസ്കാരത്തിൽ നമുക്ക് ഈമാൻ കുറഞ്ഞു പോയി എന്ന് തോന്നുന്നവരാണെങ്കിൽ, ഒരു ദിവസം 5 നേരം ബാങ്ക് കൊടുക്കൂലേ? അപ്പോൾ ആ 5 നേരം ബാങ്ക് കൊടുക്കുന്ന ആ സമയം തന്നെ നമ്മൾ മറ്റുള്ള പണികളൊക്കെ മാറ്റി വെച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളെ മടി മാറുകയും നമ്മളെ ഈമാൻ വർദ്ധിപ്പിക്കുകയും നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടുകയും ചെയ്യും. ഇനി പണിയൊക്കെ തീർത്തിട്ട് നിസ്കരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ അത് മടിയായിട്ട് മാറും. അതുകൊണ്ടാവും പിന്നെ നിസ്കാരത്തിൽ അലസത കാണിക്കേണ്ടി വരുന്നത്. നമ്മൾ ഓരോ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, തെറ്റ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളെ ഹൃദയം എന്ന് പറയുന്നത് ഭയങ്കര കറുത്തിരുണ്ട് പോവുകയാണ്. അപ്പോൾ ഹൃദയത്തിലേക്ക് തീരെ വെളിച്ചം കടക്കാത്തതുപോലെ ആവും. ആ സമയം നമ്മൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് തന്നെ പോകും. അതുകൊണ്ടാണ് പാപമോചനം തേടാൻ വേണ്ടിയിട്ട് റബ്ബ് പറഞ്ഞത്. ഇനി പാപമോചനം തേടുന്ന സമയത്ത് ആ കറുപ്പ് നീക്കിയിട്ട് നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും. എത്രമാത്രം നമ്മൾ സ്വലാത്തും ഇസ്തിഗ്ഫാറും ദിക്റും വർദ്ധിപ്പിക്കുന്നുവോ അത്രമാത്രം നമ്മളെ ഹൃദയം പ്രകാശിക്കും. ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ആശ്വാസം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അൽഹംദുലില്ലാ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.